ജാനകിയമ്മയെ കുറിച്ച് ഞാനൊന്നും പറയേണ്ടതില്ല. അവർക്ക് സത്യം പറഞ്ഞാൽ മരണമില്ല എന്നാണ് ഞാൻ പറയാം. അത്ര കണ്ട് പാട്ടുകൾ പാടി നമ്മളെ കേൾപ്പിച്ച ആ ഗായിക നമ്മളെ വിട്ടുപോയി. എന്നിരുന്നാലും ഒരു ദിവസം അവരുടെ ഏതെങ്കിലും ഒരു പാട്ടെങ്കിലും കേൾക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത കാലമാണ്. അങ്ങനെയുള്ള ജാനകിയെ കുറിച്ച് എന്തു പറയാനാ, എല്ലാ കാര്യങ്ങളും നിൽക്കുകയാണ്. ഇവിടെ കുറേ പാട്ടുകൾ കേൾപ്പിച്ചു. ആദ്യമായി കേൾപ്പിക്കേണ്ട പാട്ടും കേൾപ്പിക്കാൻ മറന്നു. ശൃംഗാരവേദന ദേവ, ഇതാണ് ആദ്യം കേൾപ്പിക്കേണ്ട പാട്ട്. സത്യപാട്ട്. അതിനേക്കാൾ വലിയൊരു പാട്ട് അവർ പാടിയിട്ടില്ല. മലയാള സിനിമാ ഗാനങ്ങളിൽ ഞാനിപ്പോൾ പീലിയില പാടി കുറേ കഴിഞ്ഞതിന് ശേഷം അവർക്ക് പറ്റാതെ പലരും പരീക്ഷിച്ച് അവസാനം ഇങ്ങനെ ഒരാളുണ്ട് എന്ന് ലീലമ്മ പറഞ്ഞതനുസരിച്ച് ആണ് ഇവരെ സമീപിച്ചത്. എന്നിട്ട് അവർ ആ നാദസ്വരത്തെ പോലെ ശബ്ദം മാച്ച് ചെയ്ത് പാടി അതിഗംഭീരമായിട്ട് പാടി നമുക്ക് തന്നു. ആ ഒരു പാട്ട് മാത്രം പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ ആരാണ് ജാനകിയമ്മ എന്ന് പറയാൻ. എത്രായിരം പാട്ടുകൾ പാടി, എത്ര ഭാഷയിൽ പാടി. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് മരണമില്ല. എന്നിരുന്നാലും നമുക്കിപ്പോൾ ഒരു അനുസ്മരണം നടത്തുക, ഇന്നത്തെ ഈ 28ാമത് ഭരതസ്മൃതിവേദിയുടെ പരിപാടിയിൽ ഇവരൊന്നും ജീവിച്ചിരിക്കുന്നില്ല, ഇവരൊക്കെ നമ്മളെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ അത് ഓർമ്മിക്കാണ്ടും എന്തെങ്കിലും ഒരു അനുസ്മരണം നടത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരും ഇന്ന് മൺമറഞ്ഞു പോയ എല്ലാവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ അനുസ്മരിക്കാതെ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനൊരു കാര്യം വെച്ചു. നമ്മൾ ജാനകിയമ്മയെ ഓർക്കാതിരിക്കാൻ നിവൃത്തില്ല. അവരെ അനുസ്മരണമായി ജാനകിയമ്മയെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ നിങ്ങളിരിക്കുന്ന എല്ലാവർക്കും അറിയുന്നത് കാര്യം തന്നെയാണ്. ജാനകിയമ്മയുടെ പാട്ട് അല്ലെങ്കിൽ ജാനകിയമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ വൈഭവം? കുട്ടിയാണോ, വലിയ അമ്മയാണോ, ഇനി ഏത് തരത്തിലുള്ള രീതിയിലാണോ പാടുന്നത്, ഇതൊക്കെ പാടി നമ്മളെ ബോധ്യപ്പെടുത്തിയൊരു പാട്ടുകാരിയാണ്. അപ്പം എന്തായാലും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ മഹാഭാഗ്യം, ഞാൻ ചെയ്ത് ആദ്യമായി സിനിമാ ടൈറ്റിൽ എൻ്റെ പേര് സംഗീത സംവിധാനമായിട്ട് വന്നപ്പോൾ അതിലൊരു പാട്ട് പാടിയത് ജാനകിയമ്മയാണ്. അതെനിക്ക് മറക്കാൻ പറ്റില്ല. ദാസേട്ടൻ പാട്ട് പാടി. പിന്നെ ജാനകിയമ്മയെ കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കാൻ പറ്റി. കൃഷ്ണവർണ്ണമേനിയാർന്ന മേഘമേ നീ സ്വർഗന്ധിയിൽ കുളിച്ച് ചെപ്പുക്കുടം നിറച്ച് നൃത്തമാടി വാ, നൃത്തമാടി ആടി വാ, വാ വാ വാ. ഇതാണ് ജാനകിയമ്മ പാടിയ പാട്ട്. ഓയിനി സാറിൻ്റെ. അതിൽ ഞങ്ങൾ 5 ഭക്തിഗാനം പാടി. അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ്. അമ്മയായിട്ട് ബന്ധപ്പെട്ട് ഈ പാട്ട് പാടുന്ന സമയത്ത് മദ്രാസിലാണ് 5 പാട്ടും പാടുന്നത്. 5 പാട്ട് പാടാൻ 2 പ്രാവശ്യമായിട്ട് 2 ദിവസമായിട്ടാണ് പാടിയത്. അപ്പോൾ ആദ്യത്തെ ദിവസം പാടുമ്പോൾ ഒരു പാട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ പാട്ടിൻ്റെ മെലഡി ഇങ്ങനെ പല്ലവി പാടി കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു, അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എൻ്റെ അനുഭവമാണ്. ഇത് ഇങ്ങനെ പാടിയാൽ പോരാ, നമുക്ക് ആഹാരം കഴിച്ചു വന്നിട്ട് ഞാനൊരു 3:30 മണിക്ക് വന്നേക്കാം, എന്നിട്ട് നമുക്ക് പാടാം. അങ്ങനെ വെറുതെ അങ്ങനെ പാടി പോകാൻ പറ്റുന്നതല്ല എന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. സത്യം പറഞ്ഞാൽ അവരുടെ ആ ടാലൻറ്റ്, അവർക്ക് ആ മെലഡിയോടുള്ള സ്നേഹം, എന്താണ് ഈ പാടുന്ന പാട്ട് എന്ന് അവർ കേട്ട മാത്രമേ മനസ്സിലാക്കി. എന്തൊരു ജ്ഞാനമാണ്. കർണാടക സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, യാതൊരു തരത്തിലും സ്വരങ്ങൾ പറഞ്ഞാൽ അറിയില്ല. ഒരു രാഗത്തിൻ്റെ വഴി അത് കേട്ടാൽ അപ്പം പാടും, അത് ഏതാണെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു പാട്ടുകാരി എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നതില്ലാത്ത സന്തോഷവും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ മാതിരിയായിരുന്നു ആ ദിവസം. എന്നിട്ട് പോയി 3:30 മണിക്ക് അവർ വന്നു. അങ്ങനെ 2 പാട്ട് അന്ന് പാടി. 3ാമത്തെ പാട്ടിൽ 4 വരി പാടി കഴിഞ്ഞ് നിർത്തി. നമുക്കിത് നാളെ മതി എന്ന് പറഞ്ഞിട്ട് 2 പാട്ട് പിന്നെ ഒരു രാവിലെ 10 മണിക്ക് വന്നിട്ട് 2-3 മണിക്കുള്ളിൽ ആ 2 കഴിഞ്ഞു 5 പാട്ട് പാടി തന്നു. ഭക്തിഗാനം. പക്ഷെ അവരായിട്ട് ബന്ധപ്പെട്ട് ഒരു പാട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക, അവരെ
സംഗീതത്തിൻ്റെ ആ ടാലൻ്റൊക്കെ മനസ്സിലാക്കാൻ കഴിയാന്നുള്ളത് അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല നമുക്ക് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ. അങ്ങനെ ഒരു പാട്ടുകാരിയായിരുന്നു. അവരുടെ ആ ആത്മാവിന് വിദ്യാർത്ഥി നേർന്നുകൊണ്ട് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അവരെ നമ്മൾ എന്നും നമ്മുടെ സ്മരണയിൽ അവർ നിൽക്കും. അവർക്ക് മരണമില്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.